ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് ആളുകൾ ഒ പിയിൽ വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് വേദനകൾ, പലതരത്തിലുള്ള വേദനകൾ. ഡോക്ടറെ ഒന്നിനും വയ്യ, ഒരു പണിയും ചെയ്യാൻ വയ്യ, വീട്ടുജോലികൾ ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ തൊടിയിലോ കൃഷിയിടങ്ങളിലോ തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എവിടേക്കും പോകാനും വയ്യ, ഇത്തിരി ദൂരം നടക്കുമ്പോഴേക്ക് വേദനയാണ്. അങ്ങനെ എന്ത് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ പോയാലും ആകെ മൊത്തം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ, ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ ഇന്ന് ഒ പിയിൽ വരുന്നത്. പല പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും വേദനകൾക്ക് മാത്രം ഒരു മാറ്റവുമില്ല. മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു മാറ്റം കിട്ടും, പക്ഷെ മരുന്ന് കഴിക്കൽ നിർത്തിയാൽ വേദനകളൊക്കെ അതേപോലെ തന്നെ വീണ്ടും വരും. കാണിക്കുന്ന ഡോക്ടേഴ്സൊക്കെ പറയും നീർക്കെട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വേദനകൾ മാത്രം പൂർണ്ണമായി അങ്ങ് മാറുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വേദനകൾ പൂർണ്ണമായിട്ട് മാറാത്തത്? എന്താണ് ഈ നീർക്കെട്ട്? ഹായ്, ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയുന്ന കണ്ടീഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രോഗപ്രതിരോധ മാർഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള പോഷകവും ഊർജവും ഒക്കെ വിവിധ കോശങ്ങൾക്ക് ലഭിക്കുന്നത് രക്തക്കുഴലുകളിലൂടെ ഒഴുകിയെത്തുന്ന രക്തത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും മറ്റു പോഷകമൂല്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ ശരീരത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥയാണ് ലിംഫാറ്റിക് ഫ്ലൂയിഡ് സിസ്റ്റം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് സിസ്റ്റവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായ കോയിലുകളിലൂടെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് രൂപപ്പെടുന്നത് ശരീരത്തിലെ രക്തകോശങ്ങളിൽ നിന്നാണ്. രക്തകോശങ്ങളിലുള്ള പ്ലാസ്മയിൽ നിന്നാണ് ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് രൂപപ്പെടുന്നത്. രക്തസംക്രമണത്തിലൂടെ അഥവാ ബ്ലഡ് സർക്കുലേഷനിലൂടെ ശരീരത്തിൻ്റെ വിവിധ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം നൽകിയതിന് ശേഷം ഈ അശുദ്ധ രക്തം, ഒരു 80% അശുദ്ധ രക്തവും തിരിച്ച് രക്തക്കുഴലിലൂടെ തന്നെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു 20% ബാക്കി വരുന്ന അശുദ്ധ രക്തം അല്ലെങ്കിൽ 20% ബാക്കി വരുന്ന രക്തം തിരിച്ച് രക്തക്കുഴലിലൂടെ പോവാതെ മറ്റൊരു ഫ്ലൂയിഡ് സ്പേസിലോട്ട് പോയിട്ട് അത് ഈ ലിംഫാറ്റിക് ചാനലിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്കി വരുന്ന ഒരു 10-20% രക്തം ശരീരത്തിൻ്റെ രക്തക്കുഴലുകളിലോട്ട് തിരിച്ചു പോവാതെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റൊരു ഫ്ലൂയിഡ് സ്പേസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. അതായത് ഈ ലിംഫാറ്റിക് വെസലിലൂടെ ലിംഫാറ്റിക് ഫ്ലൂയിഡായിട്ട് ലിംഫാറ്റിക് വെസലിലൂടെ മറ്റ് ശരീരഭാഗങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ലിംഫാറ്റിക് ഫ്ലൂയിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ലിംഫാറ്റിക് വെസൽസ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കുഴലുകളാണ്. ഈ കുഴലുകളിൽ വാൽവുകളും ചെക്ക് പോസ്റ്റുകളും ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ, ഈ ചെക്ക് പോസ്റ്റിലാണ് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള WBCകളെല്ലാം ഏകോപിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റുകളിലാണ്. ഈ ചെക്ക് പോസ്റ്റുകൾക്കാണ് നമ്മൾ ലിംഫ് നോഡ് അഥവാ കയല എന്ന് പറയുന്നത്. ബ്ലഡ് സർക്കുലേഷന് വേണ്ടി ഹാർട്ട് പമ്പ് ചെയ്യുന്നത് പോലെ ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷന് വേണ്ടിയിട്ട് പമ്പ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യേക അവയവങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച്, അതായത് നമ്മുടെ പേശികളുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ രോഗപ്രതിരോധവും. രോഗപ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുറത്തുനിന്ന് നിന്നുള്ള രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കുക എന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ ഈ പുറമേ നിന്ന് വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് WBCs എന്ന് പറയുന്ന വെള്ള രക്താണുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ വെള്ള രക്താണുക്കൾ അഥവാ WBCs നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലും ഉണ്ട്. ഈ WBCs അഥവാ വെള്ള രക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന രോഗാണുക്കളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു അസുഖത്തിൽ നിന്നും രക്ഷിക്കുന്നത്, അഥവാ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയെല്ലാം രക്ഷിക്കുന്നത് ഈ വെള്ള രക്താണുക്കളാണ്. ഞാൻ മുൻപ് പറഞ്ഞ ചെക്ക് പോസ്റ്റ് അഥവാ ലിംഫ് നോഡുകളിലാണ് ഈ വെള്ള രക്താണുക്കളുടെ ഏകോപനവും അവിടെ വെച്ചിട്ടാണ് ഈ നശീകരണ പ്രവർത്തനവും എല്ലാം നടക്കുന്നത്. ഇങ്ങനെ ഈ നശീകരണ പ്രവർത്തനം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണയായിട്ട് നീർക്കെട്ട് അല്ലെങ്കിൽ നീരുവീക്കം, ഇൻഫ്ലമേഷൻ, ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്, ഈ കയല വീക്കം എന്നൊക്കെ പറയുന്നത് ഈ രോഗപ്രതിരോധ മാർഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയെയാണ്.
ഇതാണ് സാധാരണയായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സാധാരണയായിട്ടുള്ള പ്രവർത്തനം. എന്നാൽ നമുക്ക് പുറമേ നിന്ന് ഒരു ഇടിവോ ചതവോ ഇല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള ഇൻഫെക്ഷൻ, കുറേ കാലമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കും. ഈ പ്രതിരോധന മാർഗമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ നീർക്കെട്ടായിട്ടും മറ്റുമായിട്ടും ഒക്കെ നമ്മുടെ ശരീരം പുറമേക്ക് കാണിക്കുന്നത്. നമുക്കൊരു ഇടിവോ ചതവോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ചതവ് പറ്റിയ സ്ഥലത്തുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ ബ്ലോക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കില്ല. ആ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാതെ വരുമ്പോഴാണ് അവിടെ നീര് ഒന്ന് വീർത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൊടുമ്പോൾ ചൂട് തോന്നുക, അല്ലെങ്കിൽ ഒരു റെഡ്നെസ് ചുവന്ന തരത്തിൽ കാണുക. ഇതെല്ലാം ഈ ബ്ലോക്കേജ് മൂലം ഉണ്ടാകുന്ന രോഗപ്രതിരോധത്തിൻ്റെ മാർഗമായിട്ടാണ് സാധാരണയായിട്ട് ബോഡി പുറമെ ഇങ്ങനെ കാണിക്കുന്നത്. ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ഒരു വയറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും, തൊണ്ടയിലാണെങ്കിൽ ടോൺസിലൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുട്ടുകളിൽ ജോയിൻറ്റുകളിലൊക്കെ ആണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റിസുകളാണ് ഈ നീർക്കെട്ട് എന്ന് നമ്മൾ പൊതുവേ പറയുന്നത്. പല വിധത്തിലുള്ള നീർക്കെട്ടുകൾക്കും പലതരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. എല്ലാ നീർക്കെട്ടുകൾക്കും ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കില്ല പുറമേക്ക് കാണിക്കുക. എവിടെയാണോ നീർക്കെട്ട് വന്നിട്ടുള്ളത് ആ ഭാഗത്തെ ആശ്രയിച്ചിരിക്കും എന്തെല്ലാം ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന്. പൊതുവായിട്ട് നീർക്കെട്ട് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലും നമ്മളൊന്ന് തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇടിവോ ചതവോ ഒക്കെ നമ്മുടെ ശരീരത്തിന് പറ്റുകയാണെങ്കിൽ അവിടെ ഒരു നീർക്കെട്ട് വരാം. വളരെ അക്യൂട്ടായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു നീർക്കെട്ടാണ് അത്. വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകാവുന്നതുമായിട്ടുള്ള ഒരു നീർക്കെട്ടാണ് അത്. അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള അസുഖങ്ങൾ, ഈ മുട്ടുവേദനയൊക്കെ നമുക്ക് കുറേ കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സന്ധിവാതങ്ങളൊക്കെ കുറേ കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ സന്ധികളിലൊക്കെ നമുക്ക് നീർക്കെട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ, മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക, അതുപോലെ ബേക്കറി ഐറ്റംസ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഈ ഭക്ഷണങ്ങളിലൂടെയെല്ലാം നമുക്ക് നീർക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആൽക്കഹോള്, സ്മോക്കിങ്, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലവും നമുക്ക് നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ഒരു 40-50 വയസ്സിന് ശേഷമുള്ള ആളുകളിലായിരുന്നു ഇങ്ങനെയുള്ള നീർക്കെട്ട് പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ, വേദനകളൊക്കെ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നതൊരു 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് തന്നെ, ഇല്ലെങ്കിൽ ഒരു 25 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് തന്നെ ഈ പറയുന്ന അസുഖങ്ങളെല്ലാം വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ശരിയല്ലാത്ത ഭക്ഷണക്രമങ്ങൾ, വ്യായാമമില്ലായ്മ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ സെക്സ് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ. മുമ്പൊക്കെ സെക്സ് ഹോർമോണിൽ വ്യതിയാനം വന്നിരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു വന്നിരുന്നത് ഒരു 55 വയസ്സിന് മുകളിലുള്ള ആളുകളിലായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിൽ കുറഞ്ഞു കണ്ടിരുന്നത് ഒരു 45 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ, അതായത് ഒരു ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചൊക്കെ ആയിരുന്നു സെക്സ് ഹോർമോണിൻ്റെ കുറവ് സ്ത്രീയിലും പുരുഷനിലും ഒക്കെ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഇതൊക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ സെക്സ് ഹോർമോണിൻ്റെ അളവൊക്കെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു കാണപ്പെടുന്നുണ്ട്. ഈ സെക്സ് ഹോർമോണിൻ്റെ കുറവ് മൂലവും നീർക്കെട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത്. ഈ മാനസിക പിരിമുറുക്കത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസാവുന്നുണ്ട്. ഈ കോർട്ടിസോൾ ഹോർമോൺ റിലീസാവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആ സമയം നമ്മുടെ ശരീരത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേഷൻ രൂപപ്പെടുന്നുണ്ട്. അതായത് പുറമേ നിന്നുള്ള ഒരു രോഗാണുവിൻ്റെയും സഹായത്തോടെ അല്ലാതെ തന്നെ നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഒരു നീർക്കെട്ടിനെ രൂപപ്പെടുത്തുന്നുണ്ട്. അതുമൂലവും നീർക്കെട്ട് വരാം. അപ്പോൾ ഈ സ്ട്രെസ് ലെവലിൽ നമ്മുടെ മാനസിക പിരിമുറുക്കമെല്ലാം ഒരു പരിധി വരെ നീർക്കെട്ടിന് കാരണമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉറങ്ങുന്നതും തീരെ ഉറങ്ങാത്തതും ഈ നീർക്കെട്ടിന് കാരണമാവും. ഒന്നെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒരുപാട് ഉറങ്ങുക, ചിലർ ഒരുപാട് ഉറങ്ങുക എന്തെങ്കിലും ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഉറക്കമുണ്ടാവില്ല, ഭയങ്കര മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകളിൽ തീരെ ഉറങ്ങാനും കഴിയില്ല. ചിലരാണെങ്കിൽ ഉറങ്ങിയിട്ട് ഈ ടെൻഷനൊക്കെ മറക്കാം എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലവും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരും പറയും പലതരത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട് ഡോക്ടറെ, മരുന്ന് കുടിക്കുമ്പോൾ മാറും, പക്ഷേ പൂർണ്ണമായിട്ട് മാറില്ല. നമ്മൾ മരുന്ന് മാറി എന്ന് വിചാരിച്ച് മരുന്ന് നിർത്തിയാൽ കംപ്ലയിൻസൊക്കെ വീണ്ടും അതുപോലെ തന്നെ വരും.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ മരുന്ന് കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് നീർക്കെട്ട് വന്നത്? അതിന് നമ്മളൊരു മാറ്റവും വരുത്തുന്നില്ല. അത് മരുന്ന് കഴിപ്പ് നിർത്തിയാലും നമ്മുടെ ജീവിതശൈലി അതുപോലെ തന്നെ തുടരുകയാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോവാത്തത്. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ശരിയായിട്ടുള്ള ഭക്ഷണക്രമം തന്നെയാണ്. അതുപോലെ തന്നെ മുടങ്ങാതെയുള്ള പതിവായിട്ടുള്ള എക്സസൈസ്, വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. എന്തെങ്കിലും അസുഖം വരുമ്പോൾ അത് മാറാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മൾ ദിവസവും പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ വ്യായാമവും നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു അസുഖത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. ഈ വേദനയുള്ള സ്ഥലങ്ങളിൽ വേദന മാറാൻ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് മസാജാണ്. നമ്മൾ പലരും ഈ വേദനയ്ക്ക് ഏത് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെയാണോ, ഇല്ലെങ്കിൽ അലോപ്പതി ഡോക്ടറെയാണോ, ആയുർവേദ ഡോക്ടറെയാണോ, ഏത് തരത്തിലുള്ള ഡോക്ടറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ മരുന്നിൻ്റെ കൂടെ തന്നെ സജസ്റ്റ് ചെയ്യുന്ന, നിർദ്ദേശിക്കുന്ന മറ്റൊന്നാണ് ഫിസിയോതെറാപ്പിയിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മസാജ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒടിവോ ചതവോ ഇല്ലെങ്കിൽ നീർക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അവരത് മസാജ് ചെയ്ത് ജെൻറ്റലായിട്ട് ഒരു പതിയെ മസാജ് ചെയ്തുകൊണ്ട് ആ വേദനയെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ മസാജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡ്, ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു ലിംഫാറ്റിക് വെസലിന് ബ്ലോക്കേജ് വരുന്നത് മൂലമാണ് നീർക്കെട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ജെൻറ്റിൽ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കേജിൻ്റെ കംപ്രഷൻ മാറി ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സുഗമമായിട്ടുള്ള ഒഴുക്കിന് അത് സുഗമമാക്കി കൊടുക്കും. അപ്പോൾ അതുമൂലം നമുക്ക് വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിൽ അവർ ചെയ്യുന്ന മറ്റൊന്നാണ് ചെറുതായിട്ടുള്ള വ്യായാമങ്ങൾ. ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ ഭാഗത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യായാമങ്ങളാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ വ്യായാമത്തിലൂടെയും കൃത്യമായിട്ടുള്ള മസാജിലൂടെയും നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യണം. നമ്മൾ മസാജ് അല്ലേ എന്ന് വിചാരിച്ച് ഭയങ്കര ശക്തിയിൽ ഒഴിഞ്ഞതാക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചതവെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള കോശങ്ങൾക്ക് അത് ഏറെ വിപരീത ഫലം കൊടുക്കും. അപ്പോൾ പതിയെയുള്ള മസാജ്, അതുപോലെ എക്സസൈസ്, ഇതുമൂലമെല്ലാം അവിടെ ബ്ലോക്കായിട്ടുള്ള ലിംഫാറ്റിക് വെസൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ശരിയായിട്ട് നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് ധാരാളമായിട്ട് എത്തുകയാണെങ്കിൽ അതും ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷനെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മുടെ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ്. 25 കിലോഗ്രാം ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം എന്നാണ്. അതുപോലെ 50 കിലോ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം മിനിമം കുടിച്ചിരിക്കണം. അങ്ങനെ ഓരോ 25 ലിറ്ററിനും 1 ലിറ്റർ എന്നുള്ള അളവിലാണ് നമ്മൾ ഒരു ദിവസം വെള്ളം കുടിക്കേണ്ടതിൻ്റെ ഒരു അനുപാതം എന്ന് പറയുന്നത്. അതുപോലെ ഉപ്പ് ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറക്കുക എന്നുള്ളത്. മധുരം കുറക്കുന്നത് പോലെ തന്നെ ഉപ്പിൻ്റെ അളവും ഗണ്യമായിട്ട് കുറയ്ക്കേണ്ട ഒന്നാണ്. നമ്മൾ ഉപ്പ് മിതമായ അളവിലാണ് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ഉപ്പ് ഉപയോഗിക്കുന്നതും ഈ നീർക്കെട്ടെല്ലാം കൂടാനാണ് കാരണമാവുന്നത്. അതുപോലെ മുട്ടിനൊക്കെ നല്ല വേദനയുണ്ടെന്നുണ്ടെങ്കിൽ, മുട്ടിനോ ഇല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിനോ ഒക്കെ നല്ല വേദനയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ക്യാപ്പുകൾ കിട്ടും. നീ ക്യാപ്പ്, ഇല്ലെങ്കിൽ റിസ്റ്റിൽ ഉപയോഗിക്കുന്ന സ്പ്ലിൻറ്റുകൾ, ബാൻഡേജൊക്കെ കിട്ടും. അതെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നത് മൂലം നമുക്കൊരു പരിധി വരെ വേദനയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു അസുഖം തന്നെയാണ് നീർക്കെട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിച്ചതും എടുത്തിട്ട് ഇളം ചൂടുള്ള പാലിലോ വെള്ളത്തിലോ ചേർത്ത് ദിവസം 1 പ്രാവശ്യമെങ്കിലും കുടിക്കുന്നത് നീർക്കെട്ട് കുറയാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ജിഞ്ചർ ടീ എന്ന് പറയുന്ന ഇഞ്ചി ചേർത്തിട്ടുള്ള ചായ. ഇനി ജിഞ്ചർ ടീ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് അത് നന്നാക്കി ഒരു പേസ്റ്റാക്കി രൂപപ്പെടുത്തിയിട്ട് നമുക്ക് ഒടിവോ ചതവോ ഇല്ലെങ്കിൽ എവിടെയാണ് നീർക്കെട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു 15 മിനിറ്റ് നേരം തേച്ച് വെക്കുന്നതും ഈ നീർക്കെട്ട് ഒരു പരിധി വരെ കുറക്കാൻ സഹായിക്കും. അതുപോലെ കോൾഡ് കംപ്രഷനും വാം കംപ്രഷനും. കോൾഡ് കംപ്രഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ വെക്കുന്നതാണ്. അത് നമുക്ക് പെട്ടെന്ന് പറ്റിയിട്ടുള്ള ഒടിവിലോ ചതവിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള നീർക്കെട്ടുകളിലാണ് നമ്മൾ ഈ കോൾഡ് കംപ്രഷൻ വെക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ എന്തെങ്കിലും പൊതിഞ്ഞുകൊണ്ട് നമുക്ക് ഈ എവിടെയാണോ നീർക്കെട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു 15 മിനിറ്റ് ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് വെക്കുന്നത് ഈ നീർക്കെട്ട് ഒഴിഞ്ഞു പോകാൻ നന്നായിട്ട് സഹായിക്കും.
അതുപോലെ കുറേ കാലമായിട്ടുള്ള വേദനകളാണെന്നുണ്ടെങ്കിൽ, ഈ മുട്ടുവേദനയൊക്കെ നമുക്ക് പൊതുവെ പെട്ടെന്ന് വരുന്ന ഒന്നല്ല, കുറേ കാലം കൊണ്ട് നമ്മൾ സഹിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാലങ്ങളായിട്ടുള്ള വേദനകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാം കംപ്രഷറാണ് നല്ലത്. വാം കംപ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കടകളിലൊക്കെ ഒന്ന് സാധാരണയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഹോട്ട് ബാഗുകൾ. അപ്പോൾ അതിൽ ചൂടുവെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഈ 2-3 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എപ്സം സാൾട്ട് ഉപയോഗിച്ചിട്ടുള്ള കുളിക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഈ എപ്സം സാൾട്ട് എന്ന് പറയുന്നത്. ചെറു ചൂടുള്ള വെള്ളത്തിൽ ഈ എപ്സം സാൾട്ട് ഒരു 1-2 കപ്പ് എപ്സം സാൾട്ട് എടുത്തിട്ട് അതൊരു 15-20 മിനിറ്റ് ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ കുളിക്കുകയാണെന്നുണ്ടെങ്കിലും നീർക്കെട്ടിന് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ വേദനകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊരു പരിധിവരെ പൂർണ്ണമായിട്ട് മാറ്റാനല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ, ഒരു പരിധിവരെ വേദനയിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാനാണ് ഈ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ. പൂർണ്ണമായിട്ട് മാറാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു പ്രോപ്പർ ചികിത്സാ രീതി തന്നെ അവലംബിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. അതിൽ തന്നെ രോഗിയുടെ ശാരീരിക മാനസിക പ്രത്യേകതകളെയെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ രോഗനിർണയം നടത്തുക. ഇങ്ങനെ രോഗനിർണയം നടത്തുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരേ മരുന്നായിരിക്കില്ല എല്ലാ രോഗികൾക്കും നൽകുക. ഇപ്പോൾ ഒരു 2-3 പേഷ്യൻ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ എല്ലാവർക്കും കംപ്ലൈൻറ്റ് ഒരു മുട്ടുവേദന തന്നെയായിരിക്കും. പക്ഷേ ഈ ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെ ലക്ഷണങ്ങൾക്കും വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഓരോ ഇപ്പോൾ ആദ്യം വന്ന ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്ന് തന്നെയായിരിക്കില്ല നമ്മൾ രണ്ടാമത് വന്ന പേഷ്യൻറ്റിനും കൊടുക്കേണ്ടി വരിക. ആ മരുന്ന് തന്നെയായിരിക്കില്ല നമ്മൾ മൂന്നാമത് വന്ന പേഷ്യൻറ്റിനും കൊടുക്കുക. അപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും സ്വഭാവ ഗണങ്ങൾക്കനുസരിച്ച് ഈ മരുന്നിനും മാറ്റം വരുന്നതാണ്. നമ്മൾ ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക് പൊട്ടൻറ്റൈസ് മെഡിസിനുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചികിത്സക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയ രൂപീകരണത്തിനോ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നേരിട്ട് വിളിച്ചോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.